ഒരുപാട് നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരാഗ്രഹം, ചോറ്റാനിക്കര മകം തൊഴാൻ പോകണമെന്നൊരു മോഹം. ഇന്ന് അതിനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും ഒരു ചെറിയൊരു ഉത്സാഹമൊക്കെ ഉണ്ടായിരുന്നു. റെഡി ആവുമ്പോൾ പോലും ഇതൊരു സാധാരണ ദിനമല്ലെന്നും അമ്മയെ കാണാൻ പോകുന്നു എന്നൊരു ചിന്തയും മാത്രം മതിയല്ലോ നമുക്ക് മനസ്സിനറിയാൻ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ്. അങ്ങനെ ചോറ്റാനിക്കര മകം തൊഴാൻ വേണ്ടി അങ്ങനെ റെഡിയായി അമ്പലത്തിലേക്ക് പോവാണേ. പണ്ട് തൊട്ടേ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ടെങ്കിലും മകം തൊഴാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. മകത്തിനെപ്പറ്റി ഇതുവരെ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. കൊച്ചിയിൽ സെറ്റിലായതിനു ശേഷമാണ് മകത്തിനെ കുറിച്ച് അറിയുകയും മകം തൊഴാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അതും ഇത്തവണ സാധിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്തവണ എന്തായാലും പോകണം എന്നുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ണികൃഷ്ണൻ ഓടിക്കളിക്കുന്നതും സദ്യ വിളമ്പുന്നതും കൃഷ്ണനാട്ടം കേൾക്കുന്നതും ഒക്കെ നേരിട്ട് കാണാറില്ല വില്ലുമംഗലം സ്വാമി ഒരിക്കൽ കുംഭമാസത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തിയപ്പോൾ ദേവിയെ നേരിട്ട് ദർശിച്ചു എന്നതാണ് മകം തൊഴലിൻ്റെ ഐതിഹ്യം. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി കുറച്ച് മുല്ലപ്പൊക്കെ വാങ്ങി ഒഴിച്ചോടി നേരെ ഗ്രൗണ്ടിലേക്ക് പോയി ക്യൂ നിൽക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ ഏകദേശം ആ ഗ്രൗണ്ട് ഫുൾ ക്യൂ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജനറൽ ലേഡീസ് ക്യൂവിലാണ് നിന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. അതിനുശേഷം എല്ലാവരും കൂടി ഇരിക്കാൻ തുടങ്ങി. മകം തൊഴാൻ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അധികവും ഈ സമയത്ത് ദർശനത്തിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. ദീർഘസുമംഗലിയാകാനും വിവാഹിതരാവാത്തവരുടെ വിവാഹം നടക്കാനും സർവാഭിഷ്ടങ്ങൾക്കും ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശേഷമാണെന്നാണ് വിശ്വാസം. അമ്മേ നാരായണ, ഗൗരി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നീ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഭക്തരെ സർവാഭരണ വിഭൂഷിതയായ വലതു കൈയിനാൽ അനുഗ്രഹിക്കുന്ന ദിവസമാണ് മകം തൊഴൽ. തങ്കഗോളക ചാർത്തി ആഭരണങ്ങൾ അണിയാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത്. മറ്റു ദിവസങ്ങളിലെല്ലാം ഇടതു കൈകൊണ്ടാണ് ദേവി അനുഗ്രഹിക്കുന്നത്. നമ്മൾ പിന്നെ അവരുടെ ചുറ്റും ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അതിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ക്ഷീണമായിട്ട് പോലീസുകാർ വന്ന് കൊണ്ടുപോകുന്നതും ആംബുലൻസുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ചേച്ചിക്ക് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു. പിന്നെ ചേച്ചി നിർത്തി പൊക്കി. പക്ഷേ അപ്പോഴും പോലീസായിരിക്കും എടുത്തിട്ട് ആംബുലൻസ് കൊണ്ടുപോയി. ചേച്ചിയുടെ കൂടെയാണെങ്കിൽ ആരും ഉണ്ടായിരുന്നു. ചേച്ചിയാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഇത്രയും സമയം ക്യൂ നിൽക്കേണ്ട ഒരു സുഹൃത്തിൻ്റെ കൂടെ കുടുംബക്കാരോടൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഒറ്റയ്ക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും തലകറക്കമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരല്ലേ. അപ്പം ആ ചേച്ചീനെ പോലീസുകാരൊക്കെ കൂടിയിട്ട് ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ടൈം കാണിക്കാം വാച്ചിൽ ടൈം കാണിക്കാം 3:54. ഗ്രൗണ്ട് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലേക്കുള്ള ആ റോഡിലേക്ക് നമ്മൾ ക്യൂ വന്നപ്പോഴേക്കും അവിടെ ഡിവൈഎഫ്കാരുടെ ആൾക്കാരൊക്കെ നമുക്ക് ബിസ്ക്കറ്റും പഴവും വെള്ളമൊക്കെ തരുന്നുണ്ടായിരുന്നു. Still, we are in a queue.
അങ്ങനെ നീണ്ട 7 മണിക്കൂറിലെ ക്യൂവിന് ശേഷം ഞങ്ങളുടെ അമ്മയെ കാണാൻ പോവാട്ടോ. ഞങ്ങളത് നേരെ അവിടെ എത്തി. നല്ലൊരു ദർശനമായിരുന്നു. ഇത്ര നേരം ക്യൂ നിന്നെങ്കിൽ എന്താ, നിങ്ങൾക്ക് നന്നായിട്ട് അമ്മയെ കാണാൻ പറ്റുമല്ലോ അല്ലേ. ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ നേരെ പിന്നെ കീഴ്ക്കാവിൽ പോയി തൊഴുതു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇത്ര തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ തൊഴുത് ഇറങ്ങി ഞങ്ങൾ ഒരു മഞ്ഞൾ പറയൊക്കെ നിറച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നേരെ ഒരു മസാല ദോശയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. എന്താണെന്നറിയോ, ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ രാവിലെ വരും, അടുത്തുള്ളവരൊക്കെ വൈകുന്നേരം വരുള്ളൂ. അത് കട്ട്